അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. എങ്ങോട്ടേക്ക് അയച്ചു പോകുന്നേ? ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ഇളവൊക്കെ വന്നപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാന്ന് വിചാരിച്ചു. എല്ലാവരും ബിസി ആയിപ്പോയി. ഷാൻ ബിസി ആയിപ്പോയി, ഞാൻ ബിസി ആയിപ്പോയി, ഇച്ചുവിന് എക്സാം ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ഇനിയും തുടർന്നൊക്കെ വീഡിയോ ഒക്കെ വരും കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 5 ദിവസത്തെ ഒരു സ്റ്റേക്കാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 4 മണിക്കാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെട്ടത്. ഇപ്പൊ ഏകദേശം ഒരു 5:23 ഇത് ഏകദേശം കൊട്ടാരക്കര അല്ലേ ഷാ? കൊട്ടാരക്കര എത്താൻ പോകുന്നു. വഴിയിലൊക്കെ നല്ല തിരക്കാണ്. വഴിയിലൊക്കെ എന്തായാലും ആൾക്കാരൊക്കെ പുറത്ത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചു ബാക്കില്. ഇച്ചു എന്താ ചെയ്യണേ? നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ഇച്ചു നേച്ചർ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കാണിച്ചു തരാം. അപ്പം മൂന്നാർ 243 കിലോമീറ്റർ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട്. ആണോ? അത്രയും കിലോമീറ്റർ നീ ഓടിക്കൂലേ? നീ ഓടിക്കുവോ? ഞാൻ വേണമെങ്കിൽ ഓടിക്കും. കുറച്ച് നീ ഇതാവുമ്പോ ഞാൻ ഓടിക്കാം, നീ ടയേർഡ് ആവുമ്പോ. എന്തൊരു പുച്ഛം. എന്താ മാമി എന്താ കാർ ഓടിക്കുമ്പോ ശരിക്കും ഇടിച്ചിട്ടാ തരിക, അല്ലാണ്ട് നന്നായിട്ടല്ലേ തരിക. കണ്ടോ, ഇവര് രണ്ടുപേരും ഭയങ്കര ആൾക്കാരാ. ഇവര് രണ്ടുപേരുണ്ടല്ലോ എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അതെന്താന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ആ ഒരു സംഭവം. കാരണം ജിനി എന്താ ചെയ്യുന്ന കണ്ട ഇവിടെ അതേ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അല്ലേ? ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. ഇവിടെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇവിടെ എപ്പോഴും പൂസിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ നേരെ പോകുന്നത് പൂപ്പാറയാണ് കേട്ടോ. മൂന്നാർ എത്തുന്നതിന്റെ കുറച്ച് മുൻപാണ് പൂപ്പാറ. ഇടുക്കി ജില്ലയിലാണ് ഈ പറയുന്ന പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ രാത്രി ഏകദേശം എനിക്ക് ഒരു 11-12 മണിയാകുമ്പോൾ ഞാൻ പൂപ്പാറ എത്തുള്ളൂ. നമ്മൾ നോക്കാം, പറ്റുവാണെങ്കിൽ നല്ല സേഫ് ആയ സ്ഥലമാണെങ്കിൽ അവിടെ ടെന്റ് അടിച്ച് താമസിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി തന്നെ കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി തന്നെ. അവിടെ രാവിലെ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന അടിപൊളിയാണ്. നല്ല നീലക്കുറിഞ്ഞി ഉണ്ട്. കുറെ ദിവസമായി പൂത്തിട്ടെന്ന് പറയുന്ന അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നീലക്കുറിഞ്ഞിയും കൂടെ കാണുന്നതായിരിക്കും. കണ്ടിട്ട് നിങ്ങളെ കാണിച്ച് അവിടുത്തെ ലാൻഡ്സ്കേപ്പും കണ്ടിട്ട് നമുക്ക് നേരെ മറയൂർ വിടാം. ഫാം ഹൗസ് ഒക്കെ കണ്ട് അതിനുശേഷം ഒരു ചന്ദനക്കാടുണ്ട്, മറയൂർ ചന്ദനക്കാട്. അതെ, അതിനുശേഷം നമുക്ക് നേരെ തിരിച്ച് മൂന്നാർ വരാം. മൂന്നാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ഒരു ദിവസം നമ്മൾ ഇതേപോലെ മൂന്നാർ വന്നപ്പോൾ ഒരു സ്ഥലം വെറുതെ ഒരു ടേൺ ചെയ്ത് നമ്മൾ പോയപ്പോ ഒരു ആംബർ ഡേ എന്ന് പറഞ്ഞൊരു വലിയൊരു ഹോട്ടൽ കണ്ടു. അത് ഞാനൊന്ന് പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ മൂന്നാർ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറയുന്നുണ്ട് ആ വഴിക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആംബർഡേൽ ഹോട്ടലിന്റെ നേരെയാണ് നമ്മൾ അങ്ങ് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോകണം കേട്ടോ എന്ന് നമ്മൾ അന്ന് പറയുകയും പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അതേപോലെ ഒരു വർഷമായി ഇപ്പോ. അപ്പൊ അവിടേക്കാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ട് ആംബർഡേൽ ഹോട്ടലില്. അന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് മൂന്നാറിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കാം, നമുക്ക് മൂന്നാർ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് തിരിച്ചു വരണം അല്ല ഷാ? അപ്പൊ നിങ്ങളും ഞങ്ങളെ കൂടെ തന്നെ വന്നോളൂ. മാക്സിമം ഞങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെയും കൂടെ കാണിച്ചു തരാട്ടോ. ഇപ്പം ഏകദേശം നമ്മൾ വാളകം കഴിഞ്ഞിട്ട് ഇപ്പൊ കറക്റ്റ് വാളകത്തെത്തി. വാളകം കൊട്ടാരക്കര പത്തനംതിട്ട വഴിയാണ് നമ്മളിപ്പം ഈ പറയുന്ന പൂപ്പാറ. ശരിക്കും ഇടുക്കി ജില്ലയിലാണ്. ഇച്ചുകുട്ടി എന്ത് ചെയ്യുന്നു? Just looking to the nature and singing to the nature. അതെങ്ങനെയാ? You can just sing to the nature by just looking at them. അങ്ങനെയാണോ? Yes. സ്ലീപ്പ് ചെയ്യാൻ പോവാണോ? Yes. I'm tired. Keep straight on this road. But I'm not going to sleep. I'm going to play and look at the nature and play with my little Mr. Dolly doll. ഓ, ഇതാണ് നിന്റെ ഡോളി ഡോള്. Hello Dolly. My name is Dolly. എത്തിട്ടോ. നല്ല ട്രാഫിക്കാണ്. ട്രാഫിക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. ഏകദേശം സമയം ഇപ്പോൾ ഒരു 6:30 മണിയായി. നല്ല ട്രാഫിക്കിലാണ് കേട്ടോ ഉള്ളത്. പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞങ്ങൾ രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം കുട്ടിക്കാനം എത്താനാവുമ്പോൾ കണ്ട കുറച്ച് വന്യജീവികളാണ് കേട്ടോ.
കുറച്ച് പന്നിക്കുട്ടികളും പിന്നെ ഒരു മുള്ളംപന്നി ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചുവിനത് കാണാൻ പറ്റിയില്ല, അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു 5:30 മണിയായി. ഇന്നലെ ഞങ്ങൾ വഴിയിലൊന്ന് വെച്ച് കിടന്നുറങ്ങി, ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം നമ്മളിപ്പം രാവിലെ ചിന്നക്കനാൽ വഴി കൊളുക്കുമലയിലേക്ക് ഇങ്ങനെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ആ സൈഡിൽ കറക്റ്റ് നല്ല കുറേ വ്യൂ പോയിന്റ്സ് കണ്ടു. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ കയറി നോക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ഉറങ്ങി. ഇന്നലെ സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും ഉറങ്ങിയില്ല അല്ലേ, ഒരു 2 മണിക്കൂർ. ഞങ്ങൾ പൂപ്പാറ സ്റ്റേ ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വെച്ച് പിടിച്ചു. ഇനി തിരിച്ചു വരുമ്പോൾ പൂപ്പാറ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളിവിടെ കൊളുക്കുമല വ്യൂ പോയിന്റ് കാണാനായിട്ട് വന്നതാണ്. പക്ഷേ ഇന്നത്തേക്കുള്ള എൻട്രി തീർന്നിരിക്കുകയാണ്. ഇനി നാളെ 5 മണിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചിന്നക്കനാലുള്ള കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ടിട്ട് നേരെ മൂന്നാറിലേക്ക് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. എങ്ങോട്ടാ പോകുന്നേ? നീ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേച്ചർ കാണാനായിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളിതാ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇങ്ങനെ, അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കൊളുക്കുമല പോണ വഴിയാണ് കേട്ടോ. കിട്ടില്ലൊരു വ്യൂ ആണ്. അല്ലിച്ചു ഞാനും മിച്ചുക്കുട്ടി ഇതങ്ങനെ പോവാണ് കേട്ടോ. ആ വ്യൂ കാണാനായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബാക്കിൽ നേരെ കാണാൻ പറ്റും, നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കാണാം. അങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മളെ സൺറൈസ് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ലേ ഇച്ചു? ഇതൊക്കെ കാണാനല്ലേ നമ്മൾ മൂന്നാറിലേക്ക് വന്നത് അല്ലേ? ഓ എന്തൊരു ബ്യൂട്ടിയാണ്, ഇത് കാണാൻ പറ്റുന്നില്ലേ? എന്തോന്ന് വെച്ചു അത്? കറക്റ്റ് അത് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, ഒരു ഐസ്ക്രീം ഒക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ? കോട്ടൺ ക്യാൻഡി പോലെയാണോ തോന്നണേ? ഓ എന്തൊരു ഭംഗി. എനിക്കിത് എങ്ങനെയാന്ന് നിങ്ങളടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബ്യൂട്ടി കേട്ടോ. സൺറൈസും ഉണ്ട് നേരെ ബാക്കിൽ നോക്കുമ്പോ സൺറൈസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് നല്ലൊരു കിട്ടിയില്ലൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് രാവിലെ തന്നെ കിട്ടിയത്. അല്ലിച്ചു മൂന്നാറിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ കിടിലൊരു വ്യൂ കിട്ടി. നമ്മള് കൊളുക്കുമലയിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. ഇതിപ്പോൾ ചിന്നക്കനാലാണ്. ചിന്നക്കനാലിൽ രാവിലെ തന്നെ കാണാൻ പറ്റിയൊരു ഈ ഒരു വ്യൂ കാണുമ്പോ എന്തൊരു ഭംഗിയല്ലേ അല്ലിച്ചു? നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ചിന്നക്കനാലിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് പോകുമ്പോൾ ഒരു പെരിയ കനാൽ വാട്ടർഫോൾസ് കണ്ടിട്ടോ. നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് ആയിരുന്നു. ഒരു അരമണിക്കൂർ നമ്മളവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് നല്ല രീതിക്ക് ആസ്വദിച്ചിട്ട് ഞങ്ങളിപ്പോൾ മൂന്നാറിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും അവിടുന്ന് വരുന്ന വെള്ളം ശരിക്കും ഇതെങ്ങനെ പോയി താഴെ കൂടെ പോയിട്ട് ഇതേ നോക്കിയേ ഇങ്ങനെ പോകുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാജകുമാരി ടു മൂന്നാറിലേക്കാണ്. ഇതിന് ഗ്യാപ്പ് റോഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് റോഡ് ഏകദേശം ഒരു 2 വർഷം മുൻപത്തെ മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നപ്പോൾ ഫുൾ ഒലിച്ചു പോയതാണ്. ഇപ്പം അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയങ്ങളിലൊക്കെ നമുക്ക് യാത്ര അനുവദനീയമാണ്. ഭീകരമായിട്ടുള്ളൊരു ലാൻഡ് സ്ലൈഡിങ് ആട്ടോ മൂന്നാറിലത്.
നോക്കിക്കേ, എന്ത് ഭീകരതയാണല്ലേ ഇത് കാണുമ്പോൾ തന്നെ. ഇതായിരുന്നു കേട്ടോ അന്നത്തെ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്ന ഏരിയ. ഈ ഗ്യാപ്പ് റോഡ് അടച്ചു വെച്ചതിന് ഒരു മെയിൻ കാര്യം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഫുള്ള് ലാൻഡ് സ്ലൈഡിങ് വന്നിട്ട് എല്ലാ മണ്ണും ഇടിഞ്ഞ് താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ്. കുറേ തേയിലത്തോട്ടങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയിട്ടോ. ഗ്യാപ്പ് റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോണ വഴിയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം 1 വർഷമായി ഞങ്ങൾ മൂന്നാറിലേക്ക് വന്നിട്ട്. നല്ല എന്താ പറയുക, പച്ചപ്പ് വിരിഞ്ഞിട്ടാണ് നമ്മളെ മൂന്നാറുള്ളത്. നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്, തണുത്ത ക്ലൈമറ്റാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കറങ്ങി തിരിച്ചിപ്പോൾ ഈ മൂന്നാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെയൊക്കെ വന്നോ. നമ്മുടെ എച്ചുകുട്ടി ഇതാ സൺറൂഫിലൊക്കെ കയറി ഇങ്ങനെ മൂന്നാർ ഇങ്ങനെ മൊത്തത്തിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ മൂന്നാർ അവൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എക്സാമൊക്കെ കഴിഞ്ഞ് മാർക്കൊക്കെ വാങ്ങിച്ച് 10 days അടിച്ചു പൊളിക്കാനായിട്ട് വന്നാലേ ഇരിച്ചു. എങ്ങനെയുണ്ട് മൂന്നാർ? അടിപൊളിയല്ലേ മൂന്നാർ. നമ്മൾ പക്ഷേ എത്ര വന്നാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലമാണ്. നമ്മൾ കണ്ടാലും പിന്നെയും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറഞ്ഞത്. ഞങ്ങളങ്ങനെ ഇപ്പോൾ മറയൂർ പോണ വഴിക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവിയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളപ്പോൾ എന്ന് വെച്ചാൽ വിശന്നിട്ട് വയ്യ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ശരി, എന്നാൽ പോണ വഴിക്ക് തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാൻ ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിക്ക്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമ്മളിത് ടൊമാറ്റോ റൈസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിരുന്നു. MTRൻ്റെതാണ് കേട്ടോ, റെഡി ടു ഈറ്റ് ആണ്. അത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കഴിക്കും. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണ്ടേ? ഇത് റെഡി ടു ഈറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഓവനിൽ വെക്കുക, ചൂടാക്കുക 2 minutes. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതാണ് ഞങ്ങളെ കുക്കിംഗ് സെറ്റപ്പ്. അല്ല ഷാ, എങ്ങനെയുണ്ട്? പക്ഷെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വെറുതെ ആ സാധനം പൊട്ടിക്കുക, അതിലിടുക, ഇങ്ങനെ ഇളക്കുക, അത്രയല്ലേ ഉള്ളൂ. വലിയ വിചാരമാണ്. ഭയങ്കര ഫുഡ് ഉണ്ടാക്കണം ഒക്കെ നമ്മളാണെന്നൊക്കെ ഒരു ധാരണയാണ്. ഭയങ്കര ഹെഡ് വെയിറ്റ് ഒന്ന് കുറക്കിട്ടാ. കുറച്ച് ഹെഡ് വെയിറ്റ് ഒന്ന് കുറയ്ക്കണേ കേട്ടാ. ഇച്ചി കഴിക്കാൻ വരുന്ന കഴിക്കട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇച്ചുവിന്റെ നൂഡിൽസ് ഇതാ റെഡി ആവുന്നു. കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് പറട്ടാ. ചൂടാ. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇങ്ങോട്ട് പോരെ, എന്താ പ്രശ്നം? നീലി തരാം. കൊള്ളാ. അതാ ഞാൻ പറഞ്ഞു. അതെ അതെ അതെ, കൊള്ളാലോ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ നേരെ മറയൂരേക്ക് പോകും. അവിടെ തന്നെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്.
എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് നമ്മളെന്താ മൂന്നാർ ട്രിപ്പിന് എന്താ നമ്മൾ ഇത് ചെയ്തല്ലേ, ചേരൊക്കെ കൊണ്ടുവന്ന്. അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാറിലല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ. അവിടെ ഓ മനസ്സിലായി. മൊത്തം സ്വിം ചെയ്ത് കളിച്ചിട്ട് കയറിയിരുന്ന് ആഴമില്ലാത്തൊരു സ്ഥലം ചാവയ്ക്ക് വീഴുന്ന സീറ്റ് ഞാൻ അവിടെ കൊണ്ടേറ്റില്ലേ, സീറ്റ് ഞാൻ അവിടെ വെള്ളത്തിൽ കൊണ്ടേറ്റില്ലേ. അതുപോലെ ഉണ്ടല്ലേ ശരിക്കും. അപ്പൊ നീ കുടിക്കട്ടോ, കുടിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുവരാൻ. എനിക്ക് ഈ വേണോ? വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. വേണോ ഇച്ചൂന്? ഇനി മതി, വാ പോവാം. ജ്യൂസ് കുടിച്ച് ഫുഡ് കഴിച്ച് തളർന്നിരിക്കുന്ന ഷാൻ തന്നാന്. പയ്യേ നമുക്ക് പോണ്ടേ? അവിടെ തന്നെ ഇരുന്നാ മതിയോ? പോവാന്നാല്. അപ്പൊ ലെറ്റ്സ് ഗോ. അത് ഒന്നായിട്ട് എളുപ്പം വീഴും. മതി ഷാ മതി, കൊറേ കിട്ടിയില്ലേ? ഇച്ചു അതാ അവിടെ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ നോക്കുകയാണ്. ശരിക്കും മറയൂരിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതുണ്ടല്ലോ, കുറേ നല്ല നല്ല വലിയ വലിയ വൃക്ഷങ്ങള്, പറഞ്ഞ പോലെ സാൻഡൽവുഡ്, പിന്നെ കുറേ ഫ്ലവേഴ്സ്, പിന്നെ കുറേ വെള്ളച്ചാട്ടങ്ങള് അല്ലേ, വലിയ വലിയ മരങ്ങളാണ് മെയിനായിട്ട്. അതിൻ്റെ നടുക്കൂടെ അരുവി പോലെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ മറയൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഞങ്ങൾ മറയൂരിലെ ചന്ദനമരങ്ങളൊക്കെ കണ്ട് കാടൊക്കെ ആസ്വദിച്ച് ഈ റോഡിലൂടെ ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ കാലാവസ്ഥ അല്പം ചൂട് കൂടിയതാണ്. നമ്മൾ മൂന്നാറിലേക്ക് തണുപ്പ് കൊള്ളാനാണല്ലോ വന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ പോവാണ്. നമ്മുടെ മൂന്നാർ ട്രിപ്പിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണാം. അപ്പോൾ ബൈ.